അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ടുട്ടൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു പഴം വെച്ചിട്ടൊരു കിടിലൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ അങ്ങ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഏത്തപ്പഴമാണ് വേണ്ടത്. ആ ഏത്തപ്പഴത്തിന് അങ്ങ് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കുക. നമുക്കിത് ഈ റെസിപ്പി ഏത് പഴം വെച്ചിട്ട് വേണമെങ്കിലും അങ്ങ് ട്രൈ ചെയ്യാവേ. അപ്പോൾ ഞാനിവിടെ ഏത്തപ്പഴം വെച്ചിട്ടാണ് ഇപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത്തപ്പഴത്തിന് അങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ട ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോ മുഴുവൻ അങ്ങ് കാണുക. അപ്പോൾ നമ്മൾ അതിനകത്ത് ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്തേക്ക് ആദ്യം തന്നെ പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളൊരു പാൻ അങ്ങ് ചൂടായ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് അളവിൽ അങ്ങ് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പഴം ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് നമ്മൾ സാധാ പഴം റോസ്റ്റ് ചെയ്യുന്ന മാതിരി ആ റോസ്റ്റിംഗ് അങ്ങ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നെയ്യ് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക, മാക്സിമം നോക്കുക. ഇനിയിപ്പോൾ നെയ്യില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കോക്കനട്ട് ഓയിൽ എടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴം റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നെയ്യിൽ റോസ്റ്റ് ചെയ്യുന്നതല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ നെയ്യ് തന്നെ എപ്പോഴും ചൂസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാം, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് മതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ ഇതങ്ങ് റോസ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഏകദേശം ഒന്നും കൂടെ അങ്ങ് ഒരു നല്ല ഒരു യെല്ലോ കളർ വന്നു കഴിയുമ്പോൾ ഏകദേശം റോസ്റ്റായി കാണും. എന്നിട്ട് ആ സ്പൂൺ വെച്ച് തന്നെ നമ്മളൊന്നങ്ങ് സ്മാഷ് ചെയ്ത് കൊടുക്കുവാണേ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് നമ്മൾ ആ സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലപോലെ അങ്ങ് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ യൂസ് ചെയ്യുന്നുണ്ട്. മൊത്തം നമുക്കൊരു 1/2 കപ്പ് തേങ്ങ വേണം. അതിലൊരു 1/4 കപ്പ് തേങ്ങ നമ്മളിപ്പോൾ യൂസ് ചെയ്തു. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഈ തേങ്ങയും പഴവും ആ നെയ്യും കൂടെ ഒന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ബാക്കി ഒരു 1/4 കപ്പ് തേങ്ങ ആ അളവ് എന്തിനാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ ഉടനീളം അങ്ങ് പറയാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത് വെച്ച അരിപ്പൊടി ചേർത്ത് ഒന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒന്ന് നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് ചേർക്കാം, അല്ലാതെയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്യുന്നില്ല, ഫ്രൈ ചെയ്യാതെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു പിടി കാഷ്യൂനട്ടൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം കൂടുതൽ കാഷ്യൂനട്ട് കടിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇതൊന്ന് ഡ്രൈ ആയി എന്ന് തോന്നുകയാണ്, ആ ഒരു ഫീൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ അരിപ്പൊടിയും കൂടെ ഇട്ടപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയി. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് നെയ്യിൻ്റെ ആ ഒരു ഫീല് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനിയിപ്പോൾ അതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് കൈ വെച്ച് തന്നെ ഒന്ന് അങ്ങ് നല്ലപോലെ അങ്ങ് കുഴച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ സ്പൂൺ വെച്ചിട്ട് സ്മാഷ് ചെയ്തെടുത്തുകൊണ്ട് കുഴയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം അപ്പോൾ തന്നെ അങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വല്ലാതെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വല്ലാണ്ട് പഴുത്ത പഴവും അതുപോലെ തീരെ പഴുക്കാത്ത പഴവും എടുക്കാതിരിക്കുക. ഏകദേശം ഒരു ഇടയിൽ പഴുപ്പുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ്, ഒരു ചവർപ്പില്ലാത്ത ടൈപ്പ് പഴം എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒരു ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഏകദേശം ഈ ഒരു വലിപ്പമുള്ള ഉരുളകൾ, അതിപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടുള്ള ഉരുളകളാക്കി എടുക്കാം. അതിപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളാക്കി ഇതെല്ലാം അങ്ങ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ഉരുളകളും റെഡിയാക്കി എടുത്തു. ശേഷം നമ്മളൊരു 1/4 കപ്പ് തേങ്ങ കൂടി ഉണ്ടായിരുന്നല്ലോ, അതിനകത്തൊന്ന് പതുക്കെ ഈ ബോളിനങ്ങ് എല്ലാം മുക്കിയെടുത്തിട്ട് ശേഷം മേലെ ഒരു ചെറിയ ഉണക്കമുന്തിരിയും കൂടെ വെച്ചിട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പഴത്തിൽ നിന്ന് ഏകദേശം ഒരു 6 ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എല്ലാ ബോൾസും തേങ്ങയിലും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനൊന്ന് ആവി കയറ്റിയെടുക്കണം. ആവി കയറ്റിയെടുക്കാനായിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ 6 ബോൾസ്, നിങ്ങൾ എത്ര ബോൾസാണ് ഉണ്ടാക്കിയത് അത് മേലെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആവി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ 5 മിനിറ്റ് ആവി കൊടുക്കുമ്പോൾ ആ പഴം ഒന്നും കൂടെ അങ്ങ് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നെയ്യിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തു, കൂടെ തന്നെ ആവിയും കൂടെ കയറ്റി കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കും അതുപോലെ തന്നെ മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. പഴം ചുമ്മാ കഴിക്കാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങ് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ